അമിത്ഷാ മരിച്ചവരുടെ ബന്ധുക്കളെ കാണുന്നു. ഏറെ ദുഃഖത്തോടെ വികാരനിർഭരമായ രംഗങ്ങളാണ്. കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിക്കുകയാണ്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തി ആഭ്യന്തരമന്ത്രി. അവരെ ആശ്വസിപ്പിച്ചു. ഇവരൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരാണ്. ഇവരുടെ കൺമുൻപിൽ വെച്ചാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് എന്നതുകൂടി ചേർത്ത് വെക്കണം. ഇവരുടെ കൺമുമ്പിൽ വെച്ചാണ് ഉറ്റവരെയും ഉടയവരെയും ഭീകരന്മാർ ഇത്തരത്തിൽ വെടിവെച്ചു കൊന്നത് എന്നുള്ളതാണ്. പലരോടും പേരും ജാതിയും മറ്റും ചോദിച്ച് നിങ്ങളുടെ പ്രധാനമന്ത്രിയെ ഇക്കാര്യം ധരിപ്പിക്കൂ എന്നാണ് ഈ ഭീകരർ പറഞ്ഞത്. ഹെൽമറ്റ് ഉണ്ടായിരുന്നു, ഹെൽമറ്റിൽ ക്യാമറയുണ്ടായിരുന്നു. ഈ ക്യാമറയിൽ ദൃശ്യങ്ങൾ പലതും പകർത്തി എന്നും ഉള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഏറെ ആസൂത്രണം ചെയ്ത് വളരെ പ്ലാൻ ചെയ്ത ഒരു പ്രവൃത്തി എന്ന് മാത്രമേ ഇതിനെ ചൂണ്ടിക്കാട്ടാനാവൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ കശ്മീരിലൊട്ടാകെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. പാകിസ്ഥാനെതിരെയുള്ള വലിയ പ്രകോപനം, വലിയ തോതിലുള്ള മുദ്രാവാക്യങ്ങൾ പോലും ഉയരുന്നുണ്ട് അവിടെ. ആഭ്യന്തരമന്ത്രി മരിച്ച ആളുകളുടെ ബന്ധുക്കളെ കണ്ടു. हालांकि कुछ का हमने पता करके उनको बता दिया, लेकिन कुछ ऐसे भी लोग हैं जिनको जल्दबाजी में सेना के कैंपों में ले गए हैं रात को ठहराने के लिए, तो वो भी प्रशासन को देखना पड़ेगा कि जो भी लोग इसमें हताहत है या मिसिंग है उनको उनके रिश्तेदारों से कनेक्ट कराया जाए। कुछ का हमने पता करके उनको बता दिया, लेकिन कुछ ऐसे भी लोग हैं जिनको जल्दबाजी में सेना के कैंपों में ले गए हैं रात को ठहराने के लिए, तो वो भी प्रशासन को देखना पड़ेगा कि जो भी लोग इसमें हताहत है या मिसिंग है उनको उनके रिश्तेदारों से कनेक्ट कराया जाए ताकि उनकी जो परेशानियां हैं वो कम हो। आप समझ सकते हैं कितने लोग इसकी मजम्मत करने के हमारे पास अल्फाज नहीं है। हम सरकार को ये कह देना चाहते हैं आपकी माध्यम से कि हम सरकार के साथ फौजी बनकर, सिपाही बनकर, जहां सरकार को हमारी जरूरत है हम सरकार के साथ शाना बिशाना तैयार है। हमारी सेवा जहां सरकार लेना चाहती है, लेकिन ऐसी घटनाओं को, ऐसे लोगों को उनको इख्तिताम तक पहुंचाना चाहिए। ये वर्ष फॉर ऑल खत्म होना चाहिए। हम इसकी बिल्कुल मजम्मत करते हैं। और ये जो खास करके टारगेट किलिंग की गई है, नाम पूछकर ये जो വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. വൈകാരികമായ പല രംഗങ്ങളുമുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബന്ധുക്കളെ കാണുന്ന, ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കളെ കാണുന്ന ശ്രീനഗറിൽ വെച്ചാണ്. ശ്രീനഗറിലേക്ക് ഈ ഭൗതിക ശരീരങ്ങളെല്ലാം എത്തിച്ചിരുന്നു. അതിനുശേഷം അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇവരുടെയൊക്കെ കൺമുൻപിൽ വെച്ചാണ് അവരുടെ ഉറ്റവരെയും ഉടയവരെയും മറ്റും ഭീകരർ വെടിവെച്ചു കൊന്നത് എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ഈ പഹൽഗാമിലെ ഈ പ്രധാനപ്പെട്ട മേഖലയിലേക്ക് എത്തും, ഈ സ്ഥലത്തേക്ക് എത്തും എന്നുള്ളതും ഉണ്ട്. അവിടെ കൃത്യമായ നിരീക്ഷണം നടത്തുകയും മറ്റും ചെയ്യും. അല്പം മുമ്പാണ് അദ്ദേഹം ഈ സ്ഥലത്തേക്ക് എത്തുകയും ബന്ധുക്കളെ കാണുകയും മറ്റും ചെയ്തത്. മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷമായിരുന്നു അദ്ദേഹം ബന്ധുക്കളുമായി സംസാരിച്ചത് എന്നതുകൂടി ചേർത്ത് വെക്കണം. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. हम इंडियन आर्मी है, बैठो।